ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ഹാഫ് കുക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റാഗി സേമിയാണ് കേട്ടോ. ഇത് കുറച്ച് തിന്നായിട്ടുള്ള സേമിയാണ്. റാഗി സേമിയ അല്ലെങ്കിൽ ഇനി സാധാരണ സേമിയ ആയാലും മതി. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ ഒരുപാട് മൂത്ത് പോവേണ്ട. അപ്പോൾ ഈ ഒരു സേമിയയുടെ വറവിൻ്റെ പാകം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വെള്ള കളറിലുള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന സമയമാണ്. ഇതിപ്പോൾ കണ്ടോ കുറച്ചൊരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. റാഗി സേമിയ ഓൾറെഡി ബ്രൗൺ കളറായിട്ടുള്ള സേമിയാണ്. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റായിട്ട് വരും. അപ്പോൾ അതങ്ങനെ ലൈറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സേമിയ. ഇത്രയും മതി കേട്ടോ, ഇത്രയും വറുത്തെടുത്താൽ മതി. ഇനി കൂടുതലായിട്ട് കരിഞ്ഞു പോയത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി, കരിഞ്ഞു പോവാതെ. അപ്പോൾ അതാ നമുക്കിത് എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചാൽ സേമിയ മൂപ്പ് കൂടി പോകും കേട്ടോ. അപ്പോൾ വേറെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട കുറച്ച് വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം, ചെറിയ മുട്ടയാണ് നല്ല ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണുള്ളത്. പിന്നെ 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂട് കട്ടിയുള്ളൊരു പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് ഇതുപോലെ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ അടിയിലെ ലെയർ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോവും. ഒരു 2-3 മിനിറ്റ് വെച്ചാലും മതി. ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ലിഡിൻ്റെ ഹോള് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, എയർ ഒട്ടും പുറത്തേക്ക് പോകാത്ത രീതിയിൽ. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു 2 തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. മാവല്ല, നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തിട്ടുള്ള അതുണ്ടല്ലോ, അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു ഹാഫ് കുക്കായിട്ട് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ സേമിയ ഇട്ട് കൊടുക്കുക, പിന്നെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ അടിവശമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, നമ്മൾ വേവിക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട്. ഞാൻ ഏറ്റവും ചെറിയ സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 5-10 മിനിറ്റ് മതി. അപ്പോൾ അപ്പോഴേക്കും അതാ നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്.
അതാ പാനിൽ നിന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ബ്രൗൺ കളറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പാനിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റാഗി സേമിയ ഓൾറെഡി ബ്രൗൺ കളറായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വല്ലാതെ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ വേവുന്നതിൻ്റെ സമയം നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി സേമിയ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്